നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. GCC ഏകീകൃത വിസ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഗൾഫ് മേഖലയിലെ ടൂറിസം ബിസിനസ് ഹബ് എന്ന നിലയിൽ സൗദി അറേബ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകുകയാണ്. 95ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദി ഈ പരിവർത്തനപരമായ അവസരത്തെ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ്. വിഷൻ 2030ന്റെ ഭാഗമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേതൃത്വത്തിൽ സൗദി അറേബ്യ നടത്തുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഏകീകൃത വിസ നടപ്പാക്കുന്നതിന് രാജ്യത്തിന് വലിയ മുൻതൂക്കം നൽകുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ദുബായിൽ സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് രാവിലെ വിപണി തുറന്നപ്പോൾ തന്നെ ഔൺസിന് $3700 വില ഉയർന്നു. രാവിലെ 9ഓടെ 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 444.75 ദിർഹമാണ് വില. US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറച്ചതും മധ്യേഷ്യയിലെയും യുക്രൈനിലെയും സംഘർഷങ്ങൾ കാരണം നിക്ഷേപകർ സുരക്ഷിതമായ സ്വർണത്തിലേക്ക് തിരിഞ്ഞതുമാണ് വില വർധനയുടെ പ്രധാന കാരണങ്ങൾ. അബുദാബി ഓൺലൈൻ മുഖേന കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ UAE ആഭ്യന്തര മന്ത്രാലയം നടത്തിയ രാജ്യാന്തര ഓപ്പറേഷനിൽ ലോകത്തെ 14 രാജ്യങ്ങളിൽ നിന്നായി 188 പേരെ അറസ്റ്റ് ചെയ്തു. ഈ ഓപ്പറേഷനിലൂടെ 165 കുട്ടികളെയാണ് സൈബർ കുറ്റവാളികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഓൺലൈൻ ബാലപീഡനം തടയുന്നതിനുള്ള UAEയുടെ ശക്തമായ നിലപാടിന്റെ ഭാഗമായാണ് ഷീൽഡ് ഓഫ് ഹോപ്പ് എന്ന് പേരിട്ട് ഈ ദൗത്യം നടത്തിയത്. UAEയിലെ സ്കൂളുകളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തി അധികൃതർ. വിദ്യാർത്ഥികളിൽ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി. രാജ്യത്തെ പ്രമുഖ സ്കൂളുകളെല്ലാം ഇതിനകം തന്നെ ഈ നിർദ്ദേശം നടപ്പാക്കി തുടങ്ങി. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വിവിധ സ്കൂളുകൾ സ്വന്തം നിലയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.